ഹലോ, ഇന്ന് ഒറിജിനൽ ഫ്ലവർ ഉപയോഗിക്കാണ്ട് സാറ്റൻ റിബൺ വെച്ചിട്ടൊരു ഫ്ലവർ ബൊക്കെ ചെയ്തെടുത്താലോ? ഈ ഒരു ബൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര സിമ്പിളാണ്. ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് ഐറ്റംസിന്റെ ആവശ്യമില്ല. എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാമേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ സാറ്റേൺ റിബൺ ആണ് എടുക്കുന്നത്. സാധാരണ റിബൺ ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതാ ഈ ഒരു കാർഡിന്റെ ആവശ്യമുണ്ട്. ഇനി ഈ കാർഡ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ് എടുത്താലും മതി. ഇനി നമുക്ക് ഫ്ലവറിന്റെ ഇതളുകൾ സെറ്റാക്കാനായിട്ട് ആ കാർഡിൽ റിബൺ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുമ്പോൾ ഒരുപാട് കട്ടി കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ഉപയോഗിക്കുന്ന നല്ല മൂർച്ചയുള്ള കത്രികയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടി കൂട്ടിയാലും പ്രശ്നമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ആ റിബണിന്റെ രണ്ടറ്റത്തെയും നൂലൊന്ന് വിട്ട് പോരാതിരിക്കാനായിട്ട് ലൈറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ, ലൈറ്റർ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് എത്ര ഫ്ലവർ ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ റിബൺസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ഇതളുകൾ കുറച്ചുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ആ റിബണിന്റെ രണ്ട് കോർണറിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുത്തിട്ട് അതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിന് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഞാൻ അത്യാവശ്യം ഒരു വലിയ ബൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു റോള് റിബൺ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിതാ ഇതെല്ലാം ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു റോള് തികയോന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടിട്ട് ഞാൻ ഒന്നുകൂടി ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം ഞാൻ 2 റോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്ന പോലെ ഓരോ ട്രയാങ്കിളിന്റെ അറ്റത്തായിട്ട് ഇതുപോലെ കുറേശ്ശായിട്ട് ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഓരോ പെറ്റൽസും ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് 25 പെറ്റൽസ് ആണ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂവിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇതളുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഗ്ലൂ ഗണ്ണ് കുറച്ച് എമൗണ്ട് മാത്രം അവിടെ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളാനും ആകെ മൊത്തം മെസ്സി ആവാനും ചാൻസ് ഉണ്ട്. എനിക്കിവിടെ ഒരു റോള് റിബൺ എടുത്തപ്പോൾ 8 പൂക്കൾ ഉണ്ടാക്കാനുള്ള ഇതളുകളാണ് കിട്ടിയത്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന ഇതളുകൾ കുറച്ച് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലവറിന്റെ സ്റ്റെമ്മിനായിട്ട് ഇതുപോലെ ഈ ബാംബൂ സ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന ഇതളുകൾ ഇതുപോലെ സ്റ്റിക്കിൽ ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ബാംബൂ സ്റ്റിക്കിന് പകരം സ്ട്രോയോ അല്ലെങ്കിൽ കബാബ് സ്റ്റിക്കോ ആയാലും പ്രശ്നമില്ല. ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കൂട്ടിച്ചേർത്ത് ഒട്ടിച്ച് വെച്ചിരുന്ന ഇതളുകൾ ഇതുപോലെ ആ ബാംബൂ സ്റ്റിക്കിൽ ഇങ്ങനെ ഒന്ന് ഗ്ലൂ ഗണ്ണ് തേച്ചിട്ട് റോൾ ചെയ്തെടുക്കണം. ഈ റോൾ ചെയ്യുന്ന ടൈമിൽ ലൂസാക്കി റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഫ്ലവർ കിട്ടും. ഇനി നമ്മൾ ടൈറ്റായിട്ടാണ് റോൾ ചെയ്യുന്നതെങ്കിൽ കുറച്ച് കുഞ്ഞു ഫ്ലവർ നമുക്ക് കിട്ടും. എനിക്ക് കുറച്ച് വലിയ പൂവാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ലൂസാക്കിയിട്ടാണ് റോൾ ചെയ്തെടുക്കുന്നത്. ഇത് മുഴുവനും റോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു റോസാപ്പൂവ് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ ഇതളുകളും ഇതുപോലെ റോൾ ചെയ്ത് നമ്മുടെ പൂക്കളെല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടാനായിട്ട് ഓരോ പൂക്കളിലായിട്ട് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഞാനൊന്ന് ഗ്ലിറ്റർ ആക്കി എടുക്കുന്നുണ്ട്. പൂക്കളിലും ഞാനിവിടെ ഗ്ലിറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു തെർമോക്കോൾ പീസിനകത്ത് ഓരോ പൂക്കളും ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം. എല്ലാ പൂക്കളും ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം ഒരു ടേപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ അതൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ആ ടേപ്പ് നല്ല രീതിയിൽ തന്നെ ടൈറ്റൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബൊക്കെ റോൾ ചെയ്യാനുള്ള പേപ്പറൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു വലിയ റാപ്പിംഗ് പേപ്പർ ഇതുപോലെ നീളത്തിന് 4ആയിട്ട് മുറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിച്ച പോലെ ആ റാപ്പിംഗ് പേപ്പർ ഒന്ന് മടക്കി അതിലൊരു ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ പൂക്കളുടെ ചുറ്റിനും ഇതുപോലെ ഓരോ പേപ്പറും ഇങ്ങനെ ശ്രദ്ധയോടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ പേപ്പർ ഒട്ടിക്കുമ്പോൾ പേപ്പർ നല്ല രീതിയിൽ സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കണമെന്നില്ല. റാപ്പിംഗ് ഷീറ്റ് കുറച്ച് മെസ്സി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ബൊക്കെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാവുന്നത്. ഇനി ആ
തെർമോക്കോൾ കാണുന്ന ആ ഒരു ഭാഗത്തും ഇതുപോലെ ഒന്ന് റാപ്പിംഗ് പേപ്പർ ചുറ്റി കൊടുക്കണം. എന്നിട്ട് എക്സസ് ആയിട്ട് നീണ്ടിരിക്കുന്ന ആ ബാംബു സ്റ്റിക്കൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ആ ഫ്ലവേഴ്സിന്റെ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഈ റാപ്പിംഗ് ഷീറ്റ്സ് ഒക്കെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് എന്റെ കയ്യിൽ ഇതുപോലെ ഒരു ട്രാൻസ്പാരന്റ് റാപ്പിംഗ് ഷീറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിൽ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് ഞാൻ ആ ബൊക്കയുടെ ചുറ്റിനും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ഇത് തന്നെ ഒരു ബിസിനസ് ഐഡിയ ആക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടും എനിക്ക് ബൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് ആരും ഇരിക്കല്ലേ. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അവസാനമായിട്ട് ബൊക്കയുടെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു റിബണും കൂടി ഞാനൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒരു കമന്റ് ചെയ്യണേ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.